അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാന്താരി മുളക് അച്ചാറിടാനാണ്. ഇന്ന് ഞാൻ വെള്ളം ഒഴിക്കാൻ പോയപ്പം ഒത്തിരി വിളഞ്ഞ് നിൽക്കുന്നു കാന്താരി മുളക്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് അച്ചാറിടാമെന്ന്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാന്താരി മുളക് പിച്ചിക്കൊണ്ട് വന്ന് അതും വെളുത്തുള്ളി കുറച്ച് ഞാൻ ഉരിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അച്ചാറിടാം. എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ വയ്ക്കുന്നത്. നല്ലെണ്ണയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിടാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവയോടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എണ്ണയിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ദാ മുളകൊക്കെ നല്ല വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കിക്കൊള്ളണം. കാന്താരി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അച്ചാർ നമുക്കിതായി പാത്രത്തിലേക്ക് കോരാം. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ചോറൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.